പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രത്യശേഷ ദേവസഭയുടെ രക്ഷാവഴികളായ തിരുമേനിമാരാൽ സ്ഥാപിതമായ യുവജന സംഘത്തിന്റെ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുവിതാംകൂർ സോണൽ യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റീബൂട്ട് വീണ്ടെടുപ്പിന്റെ ജീവശബ്ദം എന്ന പേരിലുള്ള അവധിക്കാല സഹവാസ ക്യാമ്പ് വെട്ടിയാട് ശാഖ വെച്ച് നടന്നിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശാഖയിൽ നടന്ന ക്യാമ്പിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള വീഡിയോസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ. ക്യാമ്പിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2-3 ദിവസം മുമ്പേ തുടങ്ങിയതാണ്. പല ശാഖകളിൽ നിന്നും സോണൽ അടിസ്ഥാനത്തിലുള്ള പല ശാഖകളിൽ നിന്നുമുള്ള യുവജന സംഘ പ്രവർത്തകരൊക്കെയാണ് നമ്മുടെ ഈ മന്ദിരം പറമ്പെല്ലാം വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. പകലൊക്കെ കുറച്ച് പേര് ചെയ്യും, ബാക്കി പലരൊക്കെ വൈകിട്ട് വന്ന് ചെയ്യും. പലരും ജോലിക്കൊക്കെ പോയവരായാണ് പകല് വരാൻ സാധിക്കാത്തവരെല്ലാം വൈകിട്ട് വന്നാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സൈഡില് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ പ്രാക്ടീസ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവ് നാടകവും അതുപോലെ തന്നെ നാടൻ പാട്ടൊക്കെ കളിക്കുന്നുണ്ട് ക്യാമ്പിന്. അപ്പൊ അതിന്റെ പ്രാക്ടീസും മറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ക്യാമ്പിന്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ്. നമ്മുടെ ക്യാമ്പിന്റെ മെയിൻ അട്രാക്ഷനാണ് കുട്ടിക്കൂട്ട. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൂട്ടിക്കുള്ള പ്രത്യേക ഒരു സെഷനാണ് കുട്ടിക്കൂട്ട. അപ്പൊ അതിന്റെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പൊ ഞങ്ങൾ. ഒരു ഭാഗത്തെ പ്രോഗ്രാമിന്റെ അറേഞ്ച്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മെയിൻ സ്റ്റേജിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യുവജന സംഘം പ്രസിഡന്റ് മനോജ് ചേട്ടനാണ്. അങ്ങനെ പുലർച്ചെയായി ഏകദേശം ഇപ്പൊ 5 മണി 6 മണിയായ സമയത്തുണ്ട്. അതുവരെ നമ്മൾ ഉറങ്ങാതെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ദിവസവും കൂടെ മുറ്റമൊക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കുട്ടിക്കൂട്ടം എന്നുള്ള നമ്മുടെ ആ ഒരു മെയിൻ എൻട്രി ഭാഗം സെറ്റ് ചെയ്യുവാണ്. കുട്ടിക്കൂട്ടത്തിലെ നമ്മുടെ മെയിൻ പ്രവർത്തകരാണ് ഈ ഒട്ടിക്കുന്ന അഞ്ജലി, സുധാറാണി ചേച്ചി, ശ്രുതി സിഭാസി, ശ്രുതി ധനജിത്ത്, ശ്രീജ, പിന്നെ നമ്മുടെ ഇവിടുത്തെ യുവജന സംഘം പ്രവർത്തകരായ ദിവേച്ചി, പിന്നെ വൈകിട്ട് മണിക്കുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ആതിര ഉണ്ടായിരുന്നു, ചിന്നു ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ വീട്ടിലോട്ട് മടങ്ങുവാണ്. ഇനിയിപ്പോ വീട്ടിൽ പോയി എല്ലാം ഫ്രഷായി എല്ലാം റെഡിയായി വന്ന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അപ്പൊ കാണാം. അപ്പൊ നമ്മുടെ ക്യാമ്പിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇപ്പൊ പല ശാഖകളിൽ നിന്നും കുട്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ. അവിടെ വരുന്ന കുട്ടികളെല്ലാം അവരുടെ പേരും ശാഖയും ഫോൺ നമ്പറും ഒക്കെ എഴുതി രജിസ്റ്റർ ചെയ്തിട്ടാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. രാവിലെ പ്രത്യേക പ്രാർത്ഥനയോടുകൂടി കൊടിയേറ്റൊക്കെ നടന്നിരുന്നു. നമ്മുടെ ശാഖ ഉപദേഷ്ടാവായ കെ രാമചന്ദ്രൻ അച്ചായന്റെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തിയത് PRDSന്റെ ബഹുമാനപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയ കെ ജ്ഞാനസുന്ദരൻ അവറുകളാണ്. പിന്നെ നമ്മുടെ ക്യാമ്പിലെ എല്ലാവർക്കും ആശീർവാദം നടത്തിയത് ബഹുമാനപ്പെട്ട CK ജ്ഞാനശീലനച്ചായനാണ്. PRDS ഗുരുകുല ഉപദേഷ്ടാവായ CK ജ്ഞാനശീലനച്ചായനാണ്. അവരുടെ ജീവിത പാതയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും ജീവിതത്തെ ഒരു ജനസമൂഹം. ഇത് നമ്മുടെ ക്യാൻറ്റീൻ ഏരിയ ആണ്. നമ്മുടെ രാവിലത്തേനുള്ള ഫുഡൊക്കെ റെഡിയാക്കിയ ശേഷം ഉച്ചത്തേക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാള സമാജങ്ങളെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ക്യാമ്പ് വൻ വിജയമാക്കാൻ വേണ്ടി അതിനുള്ള ഫുഡ് പ്രിപ്പറേഷനൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് സുഭാഷ് മാമനും മിൻചേട്ടനും കൂടിയാണ് ചെയ്യുന്നത്. ഇതിപ്പം കുഞ്ഞുങ്ങളൊക്കെ വന്ന് പരസ്പരം പരിചയപ്പെടുത്തുകയും എല്ലാം ചെയ്ത് എല്ലാവരെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുത്തി 4 ഗ്രൂപ്പുകളിലായിട്ടാക്കുവാണ് കുഞ്ഞുങ്ങളെ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിനായിട്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ യുവജന സംഘം കേന്ദ്ര സമിതിയായ ശുചിയാണ് ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അനീത്തിയാണോ ചേച്ചിയാണോ എന്ന് പറഞ്ഞില്ല. ചേച്ചിയാട്ടോ. 4 ക്യാമ്പുകളാക്കാൻ വേണ്ടി അവർക്ക് 4 കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ കളേഴ്സിനെ അനുസരിച്ചാണ് ഇവര് 4 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞേക്കുന്നത്. ഒന്ന് സഹായിച്ചേ, നമ്മള് ഗ്രൂപ്പ് 4 ആയിട്ടാണ് നോക്കുന്നത്. അടുത്ത നമ്മുടെ സെഷൻ പാടാൻ പറയാൻ പങ്കുവയ്ക്കാം എന്ന് PRDS പാട്ടുകളിലൂടെ ഒരു ആത്മീയ സഞ്ചാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീ രേവമ്മ പിദാസാണ് നമ്മുടെ ഈ ക്ലാസ് നടത്തുന്നത്. ടീച്ചർ ഒരു മ്യൂസിക് ടീച്ചറാണ് ഈ ക്ലാസ് നടത്തുന്നത്. അറിയില്ലേ പാട്ട്? എല്ലാവരും ഒന്ന് പാടി. നമ്മളെ ഇവിടെ ഒരു വലിയ ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ പോരല്ലോ. ഇടയ്ക്കിടയ്ക്ക് എളുപ്പം പാടാൻ പറ്റുന്നത്. അപ്പോ
നമ്മുടെ ഈ സഭയിലെ ക്യാമ്പ് നടത്തുന്നത് ഇവിടെ മാത്രമല്ല, നമ്മുടെ സഭയിലെ 7 സോണലുകളായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. അതിലെ വടക്കൻ സോണല്, കനകപ്പുരം സോണല്, തിരുവനന്തപുരം സോണല്, ഇരവിപേരൂർ സോണല്, കോട്ടയം സോണല്, മുതലപ്പാറ സോണല്, കാസർഗോഡ് സോണല്, അങ്ങനെ 7 സോണലുകളായിട്ടാണ്. നമ്മുടെ ഇവിടെയാണ് ഇരവിപേരൂർ സോണല്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സോണലാണ് നമ്മുടെ ഈ ഇരവിപേരൂർ സോണല്. ഇവിടെ 9 മേഖലകൾ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം. ഇവിടെ നമുക്ക് PRDS യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു കണ്ണ് പരിശോധനയാണ് നടക്കുന്നത്. PRDS യുവജന സംഘം ഇരവേരി സോണലും തിരുവല്ല PRDS യുവജന സംഘം ഇരവേരി സോണലും തിരുവല്ല ഐ മൈക്രോ സർജറി കണ്ണാശുപത്രിയും മിഷൻ 2025ന്റെ സംയുക്തമായിട്ടുള്ള ഒരു കണ്ണ് പരിശോധന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയായിരിക്കുകയാണ്. അതിനുവേണ്ടി തോരനുണ്ട്, അതുപോലെ തന്നെ സാമ്പാറ്, അച്ചാറ്, ഇഞ്ചിക്കറി, അങ്ങനെ മോരുണ്ട്. അപ്പൊ ഫുഡൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി കുഞ്ഞുങ്ങളെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റവും വ്യത്യസ്തപരമായി, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാവിക്കണം നിങ്ങളുടെ കയ്യിലേക്ക് റിബൺ കെട്ടിത്തരേണ്ടത്. ആരും തന്നെ സ്വന്തമായി റിബൺ കെട്ടരുത്. നമ്മുടെ ക്യാമ്പിന്റെ മെയിൻ അട്രാക്ഷനിൽ ഒന്നായിരുന്നു എന്റെ ഈ ട്രീ. ഈ വൃക്ഷം എന്തിനെ സൂചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വീണ്ടെടുപ്പിന്റെ ശബ്ദമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ക്യാമ്പ്. അപ്പൊ ഈ ക്യാമ്പിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ പ്രതീക്ഷ, നമ്മുടെ ഈ ഇരവിപേരൂർ സോണലിലെ ഓരോ യുവജന സംഘങ്ങളും ആ കുഞ്ഞു കുട്ടികളുടെ പ്രതീക്ഷകളെ വളർത്തിയെടുക്കാനായിട്ടാണ് അവർ ഈ ട്രീ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രതീക്ഷകളിലും പ്രത്യാശയിലും അവിടെ ആ ഒരു മാടിത്തളരാത്ത അവരുടെ ആ ലക്ഷ്യബോധം, അവർ വളർന്നു വരുമ്പോൾ എന്താകണം എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യബോധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ട്രീ അവിടെ വെച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ ലീഫും ഓരോ കുഞ്ഞിലകളും അവരുടെ പേരും ശാഖയും അവർ വളർന്നു വരുമ്പോൾ ഭാവിയിൽ എന്താകണം എന്നുള്ള ആഗ്രഹങ്ങളാണ് ഈ ഇലകളിൽ ഒട്ടിക്കുന്നത്. PRDS യുവജന സംഘം 75 വർഷം ചരിത്ര വഴികളിലൂടെ സമകാലിക പ്രശസ്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ഒരു ക്ലാസ് ആണ് നടക്കുന്നത്. അത് നയിക്കുന്നത് PRDS യുവജന സംഘം ജോയിന്റ് സെക്രട്ടറി ആയ ശ്രീ. നമ്മുടെ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള ലഹരി വിരുദ്ധ റാലിക്കായിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലുകോടി ജംഗ്ഷനിൽ നിന്നാണ്. അപ്പൊ അവിടെ ഒരു അടിപൊളി ഒരു തെരുവ് നാടകമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് റാലിയിലേക്ക് കിടക്കാം. നാടകത്തോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ സമാരംഭിക്കുകയാണ്. ലഹരി വിരുദ്ധ തെരുവ് നാടകം ഇതാ ആരംഭിക്കുകയായി. പറയേണ്ട ആളുകൾക്ക് ശീലിപ്പിക്കുന്നതിനും നിർബന്ധിക്കാൻ അധ്യാപകർക്ക് കഴിയില്ല. ഇപ്പോൾ വീടുകളിലും വയ്യാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും മാതാപിതാക്കളായ നമ്മൾ അക്കാര്യത്തിൽ ശ്രമിച്ചു. അപ്പൊ നമ്മുടെ റാലി തുടങ്ങിയേക്കുവാണ്. അപ്പം ഇനി ഈ റാലി നേരെ മന്ദിരത്തിലോട്ടാണ് പോകുന്നത്. ലഹരി വിരുദ്ധ സന്ദേശ റാലിയാണ്. ഈ രാജവീതികളെ പ്രകാരം ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച സംഘം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ യുവതലമുറ നാലുകോടി ജംഗ്ഷനിൽ നിന്നും PRDS ഹൈക്കൗൺസിൽ അംഗം ശ്രീ K. ദേവകുമാർ അവരുകൾ ഉദ്ഘാടനം ചെയ്ത് ആശീർവദിച്ചു അനുഗ്രഹിച്ച ലഹരി വിരുദ്ധ റാലിയാണ്.
എല്ലാവരും മന്ദിരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. ദിവ്യമാതാവിനെ കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന എതിർ ജീവനം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. ഇത് തയ്യാറാക്കുന്നത് ജിതിൻ രാജ് ആണ്. ബിയാഡിസിന്റെ തന്നെ പാട്ടുകാർ എഴുതിയിട്ടുള്ള ഒരു വരി ഇങ്ങനെയാണ്: പെട്ടെന്നൊരു ശബ്ദം കേട്ടു, തന്റെ ഓടിയെത്തി തന്റെ താതന്റെ സന്നിധിയിൽ, കണ്ട കാഴ്ച ഒരു ഓമന മാതാവിൻ രൂപം അതായിരുന്നു എന്നാ പറയുന്നത്. അപ്പച്ചന്റെ ശബ്ദം കേട്ട് അവർ ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ അവരുടെ അമ്മച്ചിയെ കണ്ടു തന്നു. അമ്മച്ചിയിലൂടെ അപ്പച്ചൻ സംസാരിക്കുന്നു തന്നു. അപ്പച്ചൻ അന്ന് ഉടന്നതാപ്പ അവൻ കാഞ്ചിയാന്നോറ്റ പോരാ ഒരാഴ്ച. സഭയുടെ ആചാര്യകലാക്ഷേത്രം ഭാരവാഹികളായ അബി ഭരണവാസിയേട്ടനും അതുപോലെ തന്നെ സുരേഷ് നന്ദൻ ചേട്ടനും ഒക്കെ നമ്മുടെ പ്രോഗ്രാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പം അവരൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പം വൈകിട്ടത്തെ ഫുഡ് കഴിക്കുകയാണ്. ഇനി നമ്മുടെ യുവജനങ്ങളെല്ലാം കാത്തിരുന്ന DJ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹം ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നത് ജോലി ബേസാണെങ്കിലും അതുപോലെ തന്നെ കുടുംബപരമായാലും സാമ്പത്തികപരമായാലും പല രീതിയിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാനായിട്ട് ഒന്ന് നല്ലൊരു എൻജോയ്മെന്റ്, ഒന്ന് കുറച്ച് കാര്യം 2 മണിക്കൂറെങ്കിലും അവർ നല്ലൊരു എൻജോയ്മെന്റ് ലഭിക്കും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് യുവജന സംഘം പ്രവർത്തകർ DJ വരുന്നത്. എന്തുകൊണ്ടും അത് വളരെ വളരെ അടിപൊളിയാണ്. എല്ലാവർക്കും ആ DJ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി സൂപ്പർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മളൊരു ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രവർത്തനം 46 വർഷം എന്നൊക്കെ പറയുമ്പോൾ ചരിത്രത്തിന്റെ ചെറിയൊരു കേടൊന്നും അല്ല. ഒരു 4 വർഷം കൂടെ ഭരിച്ചിരുന്നെങ്കിൽ 50 വർഷം പൂർത്തിയാക്കുമായിരുന്നു. ഹാഫ് സെഞ്ചുറി അടിക്കും. എല്ലാവരും ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും വീടുകളിലേക്ക് മാറ്റാക്കിയിരുന്ന വീടുകളുണ്ടായിരുന്നു ക്യാമ്പ് കഴിഞ്ഞ് തങ്ങാനായിട്ട്. അപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ഇനി പിറ്റേ ദിവസം നമുക്ക് സെക്കൻഡ് ഡേയിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ക്യാമ്പിന്റെ 2ാമത്തെ ദിവസമാണെന്ന്. രാവിലെ നമുക്ക് പ്രാർത്ഥനയും മറ്റും എല്ലാം നടന്നിരുന്നു. അതിനൊന്നും നമുക്ക് രാവിലെ കൂടാൻ പറ്റിയില്ല. ഇതിപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആധുനിക ലോകവും ശ്രീകുമാര ഗുരുദേവനും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നടക്കുന്നത്. ഡോക്ടർ ശ്രീജിത്ത് ആണ് ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കുട്ടിക്കൂട്ടത്തിന്റെ ഏരിയ ആണ്. കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഏരിയയാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. അവർക്ക് കളിയും ചിരിയും, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം ഗെയിം സെഷന്, പേപ്പർ ബാഗ് നിർമ്മാണം, അതുപോലെ ഫ്ലവറുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ 13 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ എല്ലാ ആക്ടിവിറ്റികളും ഈ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിവുകളുണ്ട് ഇല്ലേ? ഉണ്ടോ? തലവരില്ലാതെ നാട് ചുറ്റിടാൻ നിന്റെ പാളെടുത്തവന്റെ കയ്യിലാണ് താളുവാദി, പാളെടുത്തവന്റെ തീവ്രവാദി, കപട ദേശപാതി, നാട്ടിൽ മതിയാതി വ്യാധി. നാളെ പിറന്നാള് തുന്നി വെച്ചതാരാണി, പിന്നരിപ്പൻ തലപ്പാവ്, ചന്തമുള്ളൊരാന, നല്ല കമ്പനാന, ചങ്ങലയും പൊന്ന് തന്നതാരി സമ്മാനം. ചേട്ടന്മാരും ചേച്ചിമാരും ഒരു ഗെയിം കളിച്ചില്ലേ? നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഒരു ഗെയിം. അവരെ വെച്ച് നമ്മൾ അടുത്തൊരു ഗെയിം ചെയ്യാണ്. എന്ന് വേണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ. ഓക്കെ,
അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും. ആണോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അത് ദൈവം കാക്കും. പക്ഷെ ആദ്യം നമ്മുടെ കാര്യത്തില് നമ്മളെ കാക്കേണ്ടത്. ആരെയാ നമ്മളെ കാക്കേണ്ടത്? കൊള്ളോ ഒക്കെ തട്ടുന്നതൊക്കെ പോട്ടെ, പക്ഷെ അല്ലാതെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ തൊടാൻ ആരെങ്കിലും നമ്മൾ സമ്മതിക്കണോ? നമ്മൾ ഒരിക്കലും നമ്മളെ തൊടാൻ അനുവദിക്കുകയും ചെയ്യരുത്. നമ്മളാരെ തൊടാനും പാടില്ല, അല്ലേ? സുചിത്രയെ ഞാൻ ഇന്ന് തൊടും കേട്ടോ. അപ്പൊ സുചിത്ര ആദ്യം മനസ്സിലാക്കണോ, ഒരാൾ നമ്മളെ തൊടുന്നത് ഇത് നല്ല ഉദ്ദേശത്തിലാണോ തൊടുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആദ്യം നമ്മൾ എങ്ങനെ നിൽക്കണം നമ്മൾ തീരുമാനിക്കണം. ആണോ? എങ്ങനെ ആയിരിക്കണം എന്നോട് പെരുമാറേണ്ടത്? എങ്ങനെ പെരുമാറണം? തട്ടി മാറ്റി നോ എന്ന് പറയണം. പറയോ? ധൈര്യത്തോടെ പറയോ? അതെന്നോട് ചിരിച്ചോണ്ടാണോ പറയുന്നത്? എനിക്കൊന്ന് കാണട്ടെ ആർക്കാ ധൈര്യം ഉള്ളതെന്ന് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ. ഓക്കെ, ഇതെന്തുവാ? ഗുഡ് ടച്ച് അല്ലേ? പാടാണോ? ബാഡ് ടച്ച് അല്ലേ? എന്നാ ചെയ്യണം? നോ പറയണം. കൈ തട്ടി മാറ്റിക്കാനോ? എന്റെ നോ പറയണം കേട്ടോ. നോ പറയണം. ഒന്ന് കൈ വെട്ടിക്കാം. ഇടിക്കാട്ടോ. നോക്കട്ടെ നന്ദു എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മനസ്സിലായല്ലോ? ഗുഡാണോ പാടാണെന്ന് നന്ദു പറയും. നിങ്ങൾ പറയണ്ടേ? നന്ദു പറയും കേട്ടോ. ഗുഡ്. വെരി ഗുഡ്. ഹാപ്പി ഗുഡ്. അങ്ങനല്ല നോ പറയട്ടെ, ചിരിക്കല്ല. നോ തട്ടി മാറ്റിക്കാൻ കൈ തട്ടി മാറ്റണം. വെരി ഗുഡ് കേട്ടോ. പിടിക്കണല്ലേ നന്ദു? പെട്ടെന്ന് തന്നെ ഈ മൈക്ക് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നൊത്തു പിടിക്കാം. അടിമകളുണരുന്നല്ലോ, അടിമകളുണരുന്നല്ലോ. പായസത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഠിനമായ പ്രയത്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവജനസംഘം കേന്ദ്ര സമിതിയൊക്കെ ഗുരുദാസിന്റെ വൈഫാണ്. കാര്യമായിട്ടുള്ള ശാഖാംഗമായ അദ്ദേഹം ഒരു റോബോട്ടിക്സ് ട്രെയിനറാണ്. വളരെയധികം ഒരുപാട് ഇവന്റ്സ് ഒക്കെ നടത്തി വളരെ പരിചയമുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ ഒരു ഇവന്റ് നടത്തുന്നത്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ ഈ ഒരു ഇവന്റിലേക്ക് അരുണിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ലൊരു നിറഞ്ഞ കൈയടിയോട് കൂടി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ മൈക്ക് കൈമാറിക്കൊണ്ട് നമ്മൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യുവനസംഘം സോണൽ ക്യാമ്പിൽ എല്ലാ സോണിലും ക്യാമ്പ് നടക്കുന്നുണ്ട്. എല്ലാ സോണൽ ക്യാമ്പിലും ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രഷർ ഹണ്ട് എല്ലാം കളിച്ചിട്ടുണ്ടോ? നമ്മുടെ ക്യാമ്പിന്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നിപ്പോ ഗെയിം സെഷൻ ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ട്രഷർ ഹണ്ട് നടത്തുന്നുണ്ട്. അത് സാധാരണ രീതിയിലുള്ളതല്ല, ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ട്രഷർ ഹണ്ട്. അപ്പൊ ഇത് ചെയ്യാനായിട്ടും ഇതിന്റെ നടത്തിപ്പും ഇതിന്റെ ഓൺലൈനായിട്ട് നമുക്കിവിടെ വന്നേക്കുന്നത് അരുണാണ് വന്നിരിക്കുന്നത്. ഇതാണ് അരുണ് കുന്നശാഖയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അരുണിൽ നിന്നും അറിയാം. എൻ്റെ പേര് അരുൺ, ഞാൻ കുന്നശാഖമാണ്. എരുവരി സോണലിൻ്റെ 2 മാസ സഹവാസ ക്യാമ്പ് നടക്കുവാണ് എട്ടിയുടെ ശാഖത്ത് വെച്ച്. അപ്പം ഇപ്രാവശ്യത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടൊരു ആക്ടിവിറ്റീസും ഗെയിമിംഗ് സെക്ഷനും കുറേ എൻഗേജിങ് സെക്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്തരത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്തുകൊണ്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികളെ കൂടുതലായിട്ട് ടെക്നോളജിയെ ബന്ധപ്പെട്ട് കൊണ്ടുപോയിക്കൂടെന്ന് ആ ഒരു ചിന്തയിലാണ് എനിക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി ട്രഷർ ഹണ്ട് നമുക്ക് കൂടുതൽ ഭയങ്കര രസമാണ് ചെയ്യുന്നത്. അപ്പം ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാമെന്ന് കരുതിയാണ് ഈ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പം ഈ ഒരു ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഈ ലൊക്കേഷൻ കാണുന്ന ക്ലൂസ് ഉപയോഗിച്ച് ഇത് കണ്ടെത്തുക. അപ്പം എന്തുകൊണ്ട് ഒരു ടെക്നോളജി വൈസ് ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് പഠിക്കാനും പറ്റും, അവർക്കത് കൂടുതൽ എൻഗേജിങ് ആവും. അത്തരത്തിൽ നമ്മൾ ചെയ്ത സെഷനാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്.
ഒരു സംഭവത്തോടുകൂടി നമ്മുടെ സെക്ഷൻ ആരംഭിക്കാം. തിരക്ക് പിടിച്ച ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ, ഡൽഹിയിലേക്കുള്ള ട്രെയിൻ വന്നു നിൽക്കുന്നു. ട്രെയിനിൽ കയറുവാനും ട്രെയിനിൽ നിന്ന് ഇറങ്ങുവാനുമുള്ള യാത്രക്കാർ തിക്കും തിരക്കുമാണ് രാജ്യങ്ങളുടെയും ജനമാക്കണം. ഇപ്പൊ ഒരു 3 നിലയുള്ള കെട്ടിടത്തിന് മേലിലേക്ക് ഒരു നിലയുടെ ഇപ്പൊ നമ്മുടെ മെയിൻ സ്റ്റേജിലെ ബിനു കണ്ണന്താനത്തിന്റെ പ്രസംഗം നടന്നിരിക്കുകയാണ്. അദ്ദേഹം ഗിന്നസ് റെക്കോർഡാണ്. നീണ്ട 72 മണിക്കൂർ നിർത്താതെ പ്രസംഗിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ക്ലാസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കയറുന്നതിന് മുമ്പേ അടുത്തുനിന്ന് സാറിന്റെ തോളത്ത് 2 തട്ട് തട്ടിയിട്ട് പറഞ്ഞു, എടോ ഞാൻ തന്നെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ഒത്തിരി വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ ഒരു നേച്ചറാണ്, താൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ ഈ സെർവന്റ് പറഞ്ഞു, അതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അതൊക്കെ കൃത്യമായി വിധിച്ച് ഒരു ചുളുക്കം പോലും ഇല്ലാതെ ആ തലമുണയൊക്കെ കൃത്യമായി. ഇവിടെ നമ്മുടെ കുട്ടിക്കൂട്ടത്തിന്റെ പ്രോഗ്രാമുകൾ നടത്തിയാണ്. രാവിലെ തൊട്ട് കുഞ്ഞുങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടും പല സെഷനിലായിട്ട് നടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മനസ്സിലായില്ലേ? 2 വർഷം ദിവസം നിങ്ങളുടെ ഫോണില് ഹിന്ദി കഴിക്കും. ഒന്നെങ്കിൽ ഇതോടെ സ്പീക്കറാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ഇതിന്റെ ബാക്കിൽ ഞാൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ എന്താ സ്പീക്കറെ പറ്റി പറയുന്നത്? അപ്പൊ സ്പീക്കറിൽ പോയിട്ട് ജസ്റ്റ് ക്യാമറ വെക്കുക. അപ്പൊ അടുത്ത ക്ലൂ കിട്ടും. ഓക്കെ, എന്നിട്ട് അടുത്ത ക്ലൂ കിട്ടും. അങ്ങനെ ക്ലൂ കിട്ടും. ഇവിടെ ഈ മന്ദിരത്തിന്റെ കോമ്പൗണ്ടിന് ഉള്ളിൽ വായിച്ചോക്ക് കഥ വായിച്ചോക്ക്. ഒരു ഓറിജിനൽ കഥയുണ്ട്. കഥ വായിച്ചോക്ക്. ആ ക്ലൂ ഉണ്ടോ? വായിച്ചോക്ക്. ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, ക്യാബിന്റെ അവലോകനത്തിനായി കിട്ടിയോ? കിട്ടിയില്ല. എങ്ങനെ പോന്നെ? അവരെ കണ്ടുപിടിക്കണം. അവരെ ബുദ്ധി വെച്ച് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ട്രഷർ ഹണ്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്ലൂ ഒക്കെ വളരെ ഭയങ്കര കട്ടിയുള്ള ക്ലൂകളാണ്. കട്ടിയുള്ള ക്ലൂ വളരെ ഹാർഡായിട്ടുള്ള ക്ലൂ കിട്ടുന്നില്ല. കൂടുതലായിട്ടും ഫോണിലെ ആപ്ലിക്കേഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്പീഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കൂടുതലുള്ള എല്ലാവർക്കും കിട്ടിപ്പോയിട്ടുണ്ട്. തപ്പി ബാക്കി നൈറ്റാണ്. പ്രസിഡന്റ് ഓഡിറ്റ് ചെയ്യുന്ന അരുണി എത്ര പെട്ടെന്ന് തന്നെ കുട്ടിക്കൂട്ടം 12 മുമ്പ് വരേണ്ടതാണ്. ഫുഡിന്റെ പേര് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡിന്റെ പേര് കണ്ടുപിടിക്കുക. ചോദിക്കുമ്പോ പറയാ കേട്ടോ. ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് ചോദിക്കണേ. വെരി ഗുഡ്. അൽഫാം മന്തി കിട്ടിയോ? കിട്ടിയോടാ? സഞ്ജയ് കിട്ടിയോ? കിട്ടിയോ? ദേവി ഏത് ബഹളം വെക്കരുത്. ഇല്ല 7ാമത്തെ ചുവന്ന കട്ടകള്. ഓക്കെ. എത്രാമത്തെ? 7. കിട്ടൂല സെറ്റല്ലേ? കിട്ടിയില്ല. വരും. 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ. ഞങ്ങളൊരു സംഭവം ചെയ്യുന്ന എടാ ചുമന്ന കല്ലുണ്ടെന്ന് പറയുമ്പോ എന്തുവാ? അവന്റെ ചരിത്രം. 7ാമത്തെ കിട്ടിയോ?
ഇപ്പൊ സമയം 7:30. കിട്ടിയോ ഹിന്റ് വായിക്കുന്നില്ല, അതാണ്. ഇന്നത്തെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. എല്ലാ ജീവനും കയറാം. വെട്ടടിച്ചു പോണേ. വെട്ടടിച്ചു പോണേ ഇവിടെ കേട്ടോ. ഹിന്റുണ്ട്. വെട്ടടിച്ച് പോകുക. ഫസ്റ്റ് കിട്ടുന്നവർക്ക് എല്ലാവർക്കും ചൂടുണ്ട്. ഡ്രസ് എടുക്കാം. ഫസ്റ്റ് വെട്ടടിച്ച് പോകുക. ട്രഷർ നിങ്ങളുടെ കയ്യിലെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. മാക്സ് ശ്രമിക്കും. ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് ട്രഷർ. നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഓരോ സൂക്ഷിച്ചു പോണേ. വെട്ടടിച്ച് പോണേ. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? നോക്കിപ്പോ അല്ലേ? ചൂട് കിട്ടിട്ടുണ്ട്. ഒരു ടീമിന് ചൂട് കിട്ടിയിട്ടുണ്ട്. അത് പറയത്തില്ല. ഹിന്ദി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ട്രഷർ ഇവിടെ തന്നെ ഉണ്ട്. സ്കാൻ ചെയ്യാൻ സാധനം നിങ്ങളുടെ ഭിത്തിയിലുണ്ട്. വായിച്ചു നോക്ക്. എന്താ എഴുതിക്കുന്നത് വായിച്ചു നോക്ക്. എന്താ എഴുതിക്കുന്നത് വായിച്ചിട്ട് ഓരോരുത്തർ ഒളിപ്പിച്ചുണ്ട്. അത് സ്കാൻ ചെയ്യാതെ കിട്ടത്തില്ല. നിങ്ങൾ വെറുതെ തപ്പിടില്ല. ഇവര് 7ാമത്തെ ഹിന്റ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹിന്റ് ഈ നിധി ഒരു പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നു. കണ്ടിച്ചോ? നമ്മുടെ ടീം 2 ആണ് കേട്ടോ. ഞങ്ങൾ പങ്കെടുത്ത് വിജയികൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം തുടക്കമുള്ള ഞങ്ങളുടെ കയ്യിലുള്ള ഫോണിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാബും ഹാങ്ങായിട്ട് ആപ്ലിക്കേഷൻ വർക്കാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ഞങ്ങൾ 3ാമത്തെ ലെവലിൽ കിടന്നപ്പോൾ പോലും മറ്റുള്ള ടീമുകൾ 6ാമത്തെ ലെവലിൽ സിറ്റുവേഷൻ ഉണ്ടായി. അത് ഞങ്ങള് പ്രതീക്ഷ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ ഒരു സ്ലോയിൽ തന്നെ ഞങ്ങൾ പതുക്കെ കറക്റ്റ് ഞങ്ങൾ ആ രീതിയിലേക്ക് എത്തിച്ചേരുകയും അത് കണ്ടുപിടിക്കുകയും നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അരുണംജിക്കാണ്. അരുണംജി മാറിയിരിക്കുകയാണ്. ഇവിടെ കേടുക. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കേരളത്തിലെ 2ാമത്തെ സ്ഥലത്താണ് ഈ പരിപാടി സംവിധാനം ചെയ്തിട്ടുള്ളത്. ആകെ കോഴിക്കോടിലാണ് അവധികം റിയാലിറ്റി പ്രസിഡന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വെട്ടുകാടിന്റെ മണ്ണിലാണ് ഈ പരിപാടി സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ പ്രോഗ്രാമിന്റെ കമ്മിറ്റി അംഗവും നമ്മുടെ സഹോദരനും നമ്മുടെ എല്ലാമായ അരുണംജിയാണ്. അരുണംജിയുടെ അഭിപ്രായം പറയണം. ആദ്യം തന്നെ അമല ടീമിന് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. ഇങ്ങനെ പരിപാടി നമ്മൾ ആദ്യം ഞാൻ ഈ ഒരു ഞാൻ വർക്കൗട്ടൊക്കെ എടുത്ത് ടാപ്പ് ചെയ്ത് കളിച്ചു.
നമ്മുടെ കുട്ടികൾ എന്ത് കൊടുത്താലും ചെയ്യുമെന്ന് ഇവിടെ കാണിച്ചിരിക്കാമോ? ഇത് ആദ്യം നടക്കുന്നത് IIT നേപ്പാളിലാണ് ഫസ്റ്റ് നടക്കുന്നത്. അതിനുശേഷം GC കോഴിക്കോട്, മൂന്നാമത് വെട്ടിക്കാട്, ഇരുവരും സോറി എത്ര പറയുന്നത്. ഇത് സഹകരിച്ച ഇതില്ല, നമ്മുടെ കൂടെ കളിച്ച ആൾക്കാരുണ്ട്. എന്ത് എനർജി അറിയോ? അതായത് ഇവരെ ഫോൺ അടിച്ചുപോയിട്ട് പിന്നെ കയറി വന്നു വിട്ടുകൊടുക്കാൻ ചെന്ന് പറഞ്ഞിട്ട് പിന്നെ കയറി കളിച്ചാൽ പറ്റുന്നത്. ഇവരാണ് വേണ്ട മനസ്സിലാവും. എല്ലാവിധ ഭാവങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും, ഒപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു കൈയടി അർഹിക്കുന്ന മറ്റൊരു കൂട്ടര് ഇതിന്റെ പുറകിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, കുട്ടിക്കൂട്ടം. ആ കുട്ടിക്കൂട്ടം പ്രവർത്തകര് ഉടൻ തന്നെ അതിന്റെ കാര്യങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. വലിയ പരിപാടികളാണ്, ചെറിയ ലോകത്തുള്ള വലിയ പരിപാടികളാണ് അവിടെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെട്ടിയാട് ചായപ്പെട്ട ശ്രുതി, ആദിത്യൻ വെട്ടിയാട്, ആദർശ് വെട്ടിയാട്, ഇവരെല്ലാവരാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഫുൾ സപ്പോർട്ട് ഗ്രൗണ്ടിലായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല എൻജോയ്മെന്റ്. ഒന്നും പറയാലോ, വിശേഷമാണ്. സൂപ്പർ കിടുക്കാച്ചി പൊളി. സെറ്റ് ചെയ്യാൻ പായിരുന്നു. ഇല്ല, സൂപ്പർ വായസമായിട്ട്, സൂപ്പർ വായസമായിരുന്നു. തൂക്കി ഇല്ല, സഭയിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം നല്ല അഭിപ്രായം. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അടിപൊളിയായിരുന്നു. പായസം അതിലും ഗംഭീരം, എല്ലാം സൂപ്പർ, ഒന്നും പറയാനില്ല. ഒന്നും അടിച്ചു പൊളിച്ചു, ഞങ്ങള് തകർത്ത് വാരി. സൂപ്പർ. ഇനിയും നല്ല പ്രോഗ്രാമോട് കൂടിയുള്ള ക്യാമ്പുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം വലിയവർക്ക് മാത്രമല്ല ഉള്ളൂ എല്ലാ പ്രാവശ്യം ക്യാമ്പ് നടത്തുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമായി പോയി അവർക്ക്. അതുകൊണ്ട് അടിച്ചൊളിച്ചു, നമ്മള് അടിച്ചൊളിച്ചില്ലേ? നമ്മള് ഡാൻസ് കളിച്ച് പൊളിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? 2 ദിവസം കൊണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടായി? പിന്നെ ആദ്യമായിട്ടാണ് ട്രഷർ കണ്ട് ഇങ്ങനൊരു ഗെയിം കളിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു, നല്ല അടിച്ച് പൊളിച്ച് നല്ല സൂപ്പർ ആയിട്ട് ക്യാമ്പ് നമ്മളെ കലക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റായിരുന്നു. വിഷയം അടിപൊളി, ഇതുപോലെ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ്. 2 ദിവസം ഇങ്ങനെ അടിച്ചു പൊളിച്ചോ? അതെ, സെറ്റായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ക്യാമ്പ് വരുമോ? പിന്നെ രീതിയിൽ സംഘടിപ്പിച്ച സംഘാടകരോട് പ്രത്യക്ഷ രക്ഷാ ദേവസഭ യുവജന സംഘത്തിന്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കാൻ ഞാൻ ഈ അവസരം ആദ്യമേ വിനിയോഗിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കുട്ടിക്കൂട്ടത്തിന്റെ എല്ലാരും, ടീച്ചർമാരെ എല്ലാരും നല്ലതായിരുന്നു. വേറെ അഭിപ്രായം എന്തുവാ? എനിക്ക് DJ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. DJയോ? ക്യാമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? ഗെയിമോ? കുട്ടിക്കൂടം ആയിരുന്നോ? നല്ല ക്യാമ്പായിരുന്നു. ഞങ്ങളുടെ ട്രഷറിങ് അത് നല്ല രസമാണ് കളിക്കാൻ. ട്രഷർ ഉണ്ട്. ഒരു രസയിലായിരുന്നു. ആ, DJ ഒക്കെ പൊളിയായിരുന്നു. കാരണം എൻജോയ് ചെയ്യാൻ പറ്റി. അത്രേ ഉള്ളൂ. എല്ലാം പറഞ്ഞ പോലെ ഈ DJ ഒക്കെ പൊളിയായിരുന്നു. ഇനിയും വേണം ക്യാമ്പ് പൊളിച്ച്. ഇനി ഇതുപോലെ ക്യാമ്പ് വേണം. DJ പൊളിച്ച്, ട്രഷർ കണ്ടറൊക്കെ പൊളിച്ച് സൂപ്പറായിരുന്നു. റീബൂട്ട് എന്ന് പറഞ്ഞ ഒരു പേരിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല്, ആദ്യമായിട്ട് എന്നോട് ഞങ്ങളിങ്ങനെ നമ്മൾ ഈ പേര് ഇടുന്ന കാര്യത്തിൽ സംസാരിച്ചപ്പം പറഞ്ഞത് യുവത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പേരിടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഫോണിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം കൂടുതലും അതുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലാണെങ്കിൽ, കാരണം നമുക്കിപ്പോൾ ഒരു ഫോണിന്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുകയെന്ന് പറഞ്ഞാൽ റീബൂട്ട് ചെയ്യാനാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫോൺ. അതുകൊണ്ട് നമ്മള് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്നൊന്ന് റിഫ്രഷ് ആകട്ടെ, റീബൂട്ട് ചെയ്യട്ടെ, റീസ്റ്റാർട്ട് ചെയ്യട്ടെ നമ്മുടെ ലൈഫ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ റീബൂട്ട് എന്നുള്ളൊരു പേര് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം നമ്മൾ തന്നെയാണല്ലോ ഇതിവിടെ കൊണ്ടുവന്നതെന്നുള്ളതിന്റെ ഒരു സന്തോഷം. സ്വാഗതം അറിയിച്ച ശ്യാംകുമാർ നമ്മുടെ പ്രോഗ്രാം കൺവീനറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ അവസരത്തിൽ ആർക്കെങ്കിലും ഗാനം ആലപിക്കും. നമ്മുടെ ഈ ക്യാമ്പിന്റെ മുഴുവൻ വീഡിയോ എനിക്ക് ഈ ഒരു ബ്ലോഗിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിന്റെ ഷോട്ടുകളായി ഞാൻ പല തവണയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണണം. പറ്റുന്ന പോലെ എല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നമ്മുടെ ക്യാമ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പ് റീബൂട്ട് 2025 സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രം തിരുത്തി കുറിച്ചേക്കുവാണ്. ഈ ഒരു വലിയ വിജയത്തിന്റെ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പം നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം. അപ്പോൾ പുതിയ സ്ഥലത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.